ഹായ് ആൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ടിംഗ് ഇൻ ലെറാവൽ ആണ്. നമ്മൾ രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തായിരുന്നു. KTUവിന്റെ വെബ് പ്രോഗ്രാമിംഗിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് ഇത്. ഓക്കെ, ഇത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റൂട്ടിംഗ് നോക്കാം. ഇൻ ലെറാവൽ all requests are mapped with the help of routes. Basic routing routes the request to the associated controllers. This chapter discusses the routing in Laravel. There are routing Laravels includes the following categories. There are three main important routings in Laravel. First one is basic routing. Second with the route parameters and named routes. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടോ? അപ്പൊ നമ്മൾ ആ ബ്രൗസറിനകത്ത് /about എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എബോട്ട് പേജിനെ കൊണ്ടിവിടെ വെക്കണം. ഓക്കെ, ഈ എബോട്ട് അതാണ് ഈ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ ഒരു വെബ് ബ്രൗസറിൽ / എന്ന് കൊടുക്കുകയാണെങ്കിൽ വെൽക്കം പേജ്, വെൽക്കം എന്ന് എഴുതിയിരിക്കുന്ന ആ പേജിനെ കൊണ്ട് ലോഡ് ചെയ്യിക്കണം. ഓക്കെ, അതാണ് റൂട്ട് ഗെറ്റ് / ഫംഗ്ഷൻ ഇവിടെ കൊടുത്തേക്ക് കണ്ടിട്ടില്ലേ. അപ്പം അതൊരു റൂട്ടിംഗ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഇവിടെ റൂട്ടിംഗ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ബേസിക് റൂട്ടിംഗ് എന്താണെന്നാ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ബേസിക് റൂട്ടിംഗ്. അപ്പോൾ /എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ആ എന്ത് ഫംഗ്ഷനെ കൊണ്ട് അവിടെ വെക്കണം, അല്ലെങ്കിൽ എന്ത് അവിടെ യൂസ് ചെയ്യിക്കണം. റിട്ടേൺ വ്യൂ വെൽക്കം ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ആ നമ്മുടെ ആ വെബ് ബ്രൗസറിനകത്ത് /about എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ എന്ത് കൊണ്ടുവെക്കണം, എബോട്ട് പേജ് എന്ന് എഴുതി കാണിക്കണം. ദിസ് ഈസ് ദ ബേസിക് റൂട്ടിംഗ് എക്സാമ്പിൾ. ഓക്കെ, ബേസിക് റൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഓൾ ആപ്ലിക്കേഷൻ റൂട്ട്സ് ആർ രജിസ്റ്റേർഡ് വിത്തിൻ ദ ആപ്പ് /root.php ഫയൽസ്. This file tells Laravel for the URL it should respond to, and the associated controller will give it a particular. The system root for the welcome page can be seen as shown in the screenshot given below. അപ്പം ഈ root.php root get / function return view welcome, അതായത് /എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ വെൽക്കം പേജ് എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ബേസിക് റൂട്ടിംഗ്. അപ്പൊ നമുക്ക് അതുപോലെ നമുക്ക് എത്ര പേജ് ലോഡ് ചെയ്യണമെന്നോ അതെല്ലാം നമ്മൾ ഇവിടെ ഈ റൂട്ട്സിനകത്ത് എഴുതി കൊടുക്കണം. റൂട്ട്സിനകത്ത് web.php എന്ന് പറഞ്ഞ ഫയലിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഈ എബോട്ട് പേജിനെ ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്തോ എഴുതി കൊടുത്തേക്കുന്നത് /about എന്നാണ് എഴുതി കൊടുത്തേക്കുന്നത് കേട്ടോ. /about എന്ന് എഴുതി കൊടുക്കുമ്പോൾ എബോട്ട് പേജിനെ ലോഡ് ആവും. ഉണ്ടോ /about. അതിന് വരെ വെറും / കൊടുക്കുന്നെങ്കിൽ എന്താ ലോഡ് ആവുന്നത്? വെറും / കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ആ ലെറാവൽ പേജ് അങ്ങ് ലോഡ് ആവും. കണ്ടോ, ഇവിടെ വെൽക്കം ലോഡായി. / കൊടുക്കുവാണെങ്കിൽ വെറും ആ ഒരു പേജ്, ഇവിടെ ഒരു / കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബേസിക് പേജ് അങ്ങ് എന്ത് ചെയ്യും, ഡിഫോൾട്ട് ആയിട്ട് ലോഡ് ആയിക്കോളും. ഓക്കെ, ഇതാണ് ബേസിക് റൂട്ടിങ്ങിന്റെ എക്സാമ്പിൾ. നമ്മൾ ബ്രൗസറിൽ കൊടുക്കുമ്പോഴാണ് ഈ / കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ റൺ ചെയ്യും. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ വ്യൂ എന്ന ഫയലിനകത്തുള്ള വെൽക്കം എന്ന് പറഞ്ഞ ആ ഒരു ഫയലിനെ ലോഡ് ചെയ്യും. Okay, example. Observe the following example to understand more about the routing. App http root.php. ആപ്പിനകത്ത് http root.php ആയിരിക്കും നമ്മൾ ഈ ഒരു കോഡ് കാണുന്നത്. എന്നിട്ട് PHP എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് എഴുതുക. അതിനുശേഷം റൂട്ട് ഗെറ്റ് / ഫംഗ്ഷൻ, ഈ / ഫംഗ്ഷൻ കാണുമ്പോൾ എന്ത് ചെയ്യണം, വെൽക്കം പേജിനെ ലോഡ് ചെയ്യിക്കണം. ഓക്കെ, റിസോഴ്സ് ഓർ വ്യൂ വെൽക്കം .blade.php. അപ്പം ഈ നമ്മുടെ welcome.blade.php എവിടെ കിടക്കുന്നത്, അത് റിസോഴ്സിനകത്ത് വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിരിക്കും കിടക്കുന്നത്. ആ ഫയൽ എന്താണെന്ന് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് ഈ welcome.blade.php എന്ന ഫയലിൽ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അതായത് അതിന്റെ CSS കാര്യങ്ങളും പിന്നെ അതിനകത്ത് വേണ്ട കാര്യങ്ങളും. അതിനകത്ത് എന്ത് എഴുതി കാണിക്കുന്നത്, Laravel 5.1 എന്നല്ലേ എഴുതി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് സംഭവം. ഓക്കെ, ഈ ഒരു എക്സാമ്പിളോട് എഴുതി വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുക. അതിന്റെ welcome.blade.php എന്നൊക്കെ എഴുതി വെക്കണം. അതിന്റെ CSS കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളൊക്കെ പഠിച്ചില്ലേ. എന്നിട്ട് അവിടെ ലോഡ് ചെയ്യുന്ന കണ്ടന്റ് എന്താ, Laravel 5.5. ഇപ്പൊ നിങ്ങൾ KTU എന്ത് വേണമെങ്കിലും എഴുതിക്കോ, Laravel എന്തെങ്കിലും മെസ്സേജ് എഴുതിക്കോ. ഇനി റൂട്ടിംഗ് മെക്കാനിസം ഈസ് ഷോൺ ഇൻ ഫിഗർ ഇൻ ദ ഇമേജ് ഗിവൺ ബിലോ. നമ്മുടെ http/localhost 8080 എന്ന് നമ്മൾ വെബ് ബ്രൗസറിൽ കൊടുക്കുന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമ്മൾ ഇതിന്റെ ആ അറ്റത്തൊരു / കൂടെ കൊടുക്കുവാണെങ്കിൽ, / ഇല്ലെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് ഉള്ള വാല്യൂസ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഫംഗ്ഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്തിന് റിട്ടേൺ ചെയ്യും, ഇതിനകത്ത് welcome.blade.php എന്ന് പറഞ്ഞ ഫയലിനെ, ഈ ഒരു ഫയലിനെ welcome.blade.php എന്ന ഫയലിനെ അവിടെ കൊണ്ടുവന്ന് കാണിക്കും. ഓക്കെ,
Let us now understand the step involved in the routing mechanism in detail. Step 1. Initially, we should execute the root URL of the application. Step 2. Now the executed URL should match with the appropriate methods in root.php file. In the present case, it should match the method and the root/URL. This will execute a related function. അതായത് നമ്മളിപ്പോൾ യു ആറിനകത്ത് സ്ലാഷ് കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റെപ്പ് 3 എന്ത് ചെയ്യുന്നത്, ദ ഫംഗ്ഷൻ കാൾസ് ദ ടെംപ്ലേറ്റ് ഫയൽ. ടെംപ്ലേറ്റ് ഫയൽ ഏതാ, വെൽക്കം. വെൽക്കം എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ഫയലിനെ കോൾ ചെയ്യും. ആ ഒരു ഫംഗ്ഷൻ റിസോഴ്സ്/വ്യൂസിനകത്താണ് വെൽക്കം ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി കിടക്കുന്നത്. ആൻഡ് ദ ഫംഗ്ഷൻ കാൾസ് ദ വ്യൂസ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് വെൽക്കം വിത്തൗട്ട് യൂസിങ് ദ ബ്ലേഡ് ഡോട്ട് പി എച്ച് പി. നമ്മൾ ഇവിടെ എന്ത് എഴുതണ്ട, ബ്ലേഡ് ഡോട്ട് പി എച്ച് പി എന്ന് എഴുതണ്ട, വെറും ആ ഫയൽ മാത്രം എഴുതി കൊടുത്താൽ മതി കേട്ടോ. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, റിട്ടേൺ വ്യൂ വെൽക്കം കണ്ടോ. ഈ റൂട്ട് പാരാമീറ്റേഴ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് പാരാമീറ്റേഴ്സ് sometimes in the web application you may need to capture the parameter passed with the URL. For this you should modify the code in root.php. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ URL വഴി പാസ് ചെയ്യുന്ന പാരാമീറ്ററിനെ ക്യാപ്ചർ ചെയ്യണം. Okay, you can capture the parameter in roots.php file in two ways discussed here. അപ്പോൾ നമുക്ക് URL വഴി പാസ് ചെയ്യുന്ന പാരാമീറ്ററെ രണ്ട് രീതിയിൽ ക്യാപ്ചർ ചെയ്യാം. Okay, we can capture the parameter in roots.php in two ways. Okay, root.php എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ഈ കോഡ് എഴുതിയേക്കുന്ന ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് root.php എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു റൂട്ടിന്റെ ആ ഒരു ഫയൽസ്. The required parameter. These parameters are those which should be mandatory captured for routing the web application. For example, it is mandatory to capture the user identification number from the URL. This can be possible by defining a root parameter as shown this below. Root get id / curly bracket id അതിന്റെ ഫംഗ്ഷൻ അകത്ത് $id പാസ് ചെയ്യുക. അതിനുശേഷം echo id എന്ന് പറഞ്ഞിട്ട് ഈ ഐഡിയെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, the code snippet provided demonstrated how define a root with the required parameter in Laravel. Okay, so this root get id / set bracket id. This defines a root for handling HTTP get request with the URL path /id set id bracket. Okay, the set id part in the URL is a placeholder for the parameter named id. This parameter will be captured from the URL and passed to the callback function. Next, the function bracket $id echo id $id. Okay, point $id. This is the callback function that will be executed when the root is accessed. And then it takes the parameter named id which correspond to the value captured from the URL. In this example, simply echoes the value of the id parameter. So when someone access the URL like id /123, Laravel will capture 123 as the value for the id parameter and pass it to the callback function. The callback function will echo id :123. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു നമ്മൾ URLനകത്ത് എപ്പോഴെങ്കിലും /id /123 എന്ന് പാസ് ചെയ്യുവാണെങ്കിൽ ഈ Laravel എന്ത് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കും, id equal to id അല്ലെങ്കിൽ id :123 എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ URL വഴി നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ ഒരു രീതി ക്യാപ്ചർ ചെയ്യാം യൂസിങ് എന്താണ്, റിക്വയർഡ് പാരാമീറ്റർ. ഇനി അടുത്ത ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആണ്. ഓപ്ഷണൽ പാരാമീറ്റർ സംടൈംസ് ഡെവലപ്പർ ക്യാൻ പ്രൊഡ്യൂസ് എ പാരാമീറ്റർ as ഓപ്ഷണൽ ആൻഡ് ഇറ്റ് ഈസ് എ പോസിബിൾ വിത്ത് ദ ഇൻക്ലൂഷൻ ഓഫ് question mark after the parameter name in URL. It is important to keep that the default value mentioned as parameter name. Look at the following example that shows how to define an optional parameter. Root :: get user /name ?
അതിനുശേഷം എന്ത് എഴുതുക, ഫംഗ്ഷൻ ഡോളർ നെയിം ഈക്വൽ ടു ട്യൂട്ടോറിയൽ പോയിന്റ്സ് അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഡോളർ നെയിം. The example above check if the value match to tutorial points and accordingly routes to the defined URL. The optional parameter in Laravel, we can define an optional parameter in the root by using this question mark symbol. Here in this example, root colon get user root double colon get user slash name question mark function dollar name equal to tutorial points. The root double colon get user slash name. This defines the root for handling HTTP get request with the URL path slash user slash set bracket name question mark. The name set bracket names question mark is a part indicate that the name parameter is optional. The question mark symbol makes the parameter optional and the default value is set to none. The function dollar name equal to tutorial point and the return name. This is a callback function that will be executed when the root is accessed. It takes a parameter named dollar name, and since it is optional, it is a default value is set to tutorial point. The function then returns the value of the name parameter. If the name parameter is provided in the URL, it will take that value. If not, it will default to tutorial points. Example usage means the accessing slash user slash John will return accessing slash user without providing naming parameter will return tutorial points. Okay. For in the case of accessing slash user slash John will return John. Okay. Accessing slash user only without providing the name parameter will return tutorial point as a default value. In this example above, check if the value matches to tutorial points and accordingly route to the defined URL. The example above, check if the value matches to tutorial points according routes to the defined URL. Next one is named root. The named root allows a convenient way of creating roots. The chaining of the roots can be specified using the name method onto the root definition. The following code shows an example for creating named root with the controller. Root double code get user slash profile user controller at show profile hyphen angle bracket name profile. The user controller will call the function show profile with the parameter as profile. The parameter use name method onto root definition. The named root in Laravel allows you to assign a specific name to root, making it easier to reference and generate URLs with your applications. Here is an example of how to define a named root. The root double colon get user slash profile. This defines This defines a route for handling HTTP GET request with the URL path user slash profile. User controller at show profile. This specifies the controller and method that should be invoked when the route is accessed. In this case, it calls the show profile method on the user controller. The name profile. This assigns the name profile to the root. Now we can use the root profile to generate the URL or redirect to the specific route in our application. Here is an example of how you might use it the blade view PHP. Named routes provides a cleaner and more maintainable way work with the URLs and the root definition in Laravel applications. So these are the routing techniques. First one is basic routing, second root parameters, third named routing. ഇപ്പോൾ റൂട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിളിനകത്ത്. ഇപ്പോൾ റൂട്ടിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു
ബേസിക് റൂട്ടിംഗ് ഡിസ്കസ് ചെയ്തു, റൂട്ട് പാരാമീറ്റേഴ്സ് എന്താണ് ഡിസ്കസ് ചെയ്തു, നെയിംഡ് റൂട്ടിംഗ് ഡിസ്കസ് ചെയ്തു. അപ്പൊ യു ആർ എൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ബേസിക് റൂട്ടിംഗ് എന്ന് വെച്ചാൽ ഏത് പേജ് നമുക്ക് വ്യൂ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.